എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൊററല്ല, ത്രില്ലറല്ല, ആക്ഷനല്ല, ഒന്നുമല്ല. ഒരു പക്ക ഫീൽ ഗുഡ് ഐറ്റം. സാധാരണ ഇങ്ങനെയുള്ള സാധനമൊന്നും ഞാൻ എടുക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അവതരണ രീതിയിൽ എന്തെങ്കിലും മോശപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുക, പറഞ്ഞു തരിക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് നോക്കി ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ നായകൻ്റെ ഭാര്യ മരിക്കുന്നു. അതിനെ തുടർന്ന് പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെടലിൻ്റെ നടുവിലാണ്. പുള്ളിക്കാരൻ്റെ ഏക മാർഗം എന്ന് പറയുന്നത് സൂയിസൈഡാണ്. അങ്ങനെ സൂയിസൈഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ പല വഴിയും നോക്കുന്നു. എന്നാൽ ഇതൊക്കെ തടയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, ഒരു പൂച്ചയുണ്ട്. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. ഇനിയിപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമയൊന്ന് കണ്ടുവെക്കുക. കാരണം കിഡിലൻ പടമാണ്. അത്രയും ഗംഭീര ഒരു ഫീൽ ഗുഡ് ഐറ്റാണ് ഈ സിനിമ. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ എ മാൻ കോൾഡ് ഓട്ടോ എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു സൂപ്പർ മാർക്കറ്റ്. അങ്ങോട്ട് ഒരു മുഴം കയറ് വാങ്ങാൻ വരികയാണ് ഓട്ടോ ആൻഡേഴ്സൺ. അങ്ങനെ കയറും വാങ്ങി ബില്ലടക്കാൻ നിൽക്കുമ്പോഴാണ് താൻ വിചാരിച്ചതിനേക്കാൾ $1 കൂടുന്നത്. പക്ഷെ കടക്കാർക്കറിയില്ലല്ലോ വന്നിരിക്കുന്ന ഓട്ടോയാണെന്ന്. അവന്മാർ ചോദിക്കും, ഇങ്ങേര് പൈസ കൊടുക്കൂല. $1 കൊടുത്ത് ഒഴിവാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഓട്ടോ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ആ $1 പേരിൽ തർക്കിച്ച് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് ഓട്ടോ എങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലായി കാണുമല്ലോ. തനി മൊരടൻ. ഇനി ഇങ്ങേരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് പറയാം. കൃത്യം 5:30 എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവും. എന്നിട്ടൊരു പാത്രത്തിൽ നിന്ന് കോയിൻ എടുത്ത് വെക്കും. എന്നാൽ ആ ചില്ലറ പൈസക്കും പറയാനുണ്ട് ഒരു കഥ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ സംസാരിക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. വിന്റർ സീസൺ ആണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഏതോ ഒരു പരട്ട പട്ടിയോ പൂച്ചയോ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്നത്. അതിലാണ് രാവിലത്തെ പത്രവും കിടക്കുന്നത്. അങ്ങനെ വേസ്റ്റ് ഇടാൻ പോകുന്നു. ഇതൊരു വില്ല സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഇടാനായിട്ട് ഓരോ രീതിയുണ്ട്. പ്ലാസ്റ്റിക്കിനായിട്ടൊരു വേസ്റ്റ് ബിന്നുണ്ട്, അതേപോലെ പേപ്പറിനായിട്ട് വേറെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും വേർതിരിച്ചാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ ആൾക്കാരതൊന്നും ഫോളോ ചെയ്യാറില്ല. പക്ഷേ ഓട്ടോ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. എല്ലാം അതാത് സ്ഥാനത്തിടും. എന്തിന്? ആൾക്കാർ ഇട്ടുവെച്ച വേസ്റ്റ് അടക്കം കൃത്യമായിട്ട് ഓരോ ബിന്നിലോട്ട് മാറ്റും അയാൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് പത്രക്കാരൻ്റെ സൈക്കിൾ കാണുന്നത്. അത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ സൈക്കിൾ വെക്കുന്ന കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനൊരുങ്ങുന്നു. എടോ, അതെൻ്റെ സൈക്കിളാണ്. സൈക്കിളായാലും ശരി, വണ്ടിയായാലും ശരി, അതാത് സ്ഥാനത്തിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ട ആക്രിക്ക് കൊടുക്കും ഞാൻ. ഇങ്ങേർക്കെന്താ വല്ല ഭ്രാന്തുണ്ടാ എന്നും വിചാരിച്ചാണ് ആ പയ്യൻ നിൽക്കുന്നത്. കാരണം ഒരു മിനിറ്റായിട്ടില്ല ആ ചെറുക്കൻ അവിടെ ആ സൈക്കിൾ കൊണ്ട് വെച്ചിട്ട്. അപ്പോഴേക്കും അതാത് സ്ഥാനം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് വൻ സീനാക്കുകയാണ് ഓട്ടോ. അങ്ങനെ ഓട്ടോ ഇവരുടെ പരിസരം മൊത്തം വാച്ച് ചെയ്യുന്നു. അപ്പോഴാണ് തൻ്റെ ഒന്നാമത്തെ അയൽവാസിയെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ റോബോട്ട് കണക്കിനാണ് പുള്ളിക്കാരൻ ജോഗ് ചെയ്യുക. പക്ഷേ അയാൾ എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടാണ് നടക്കാറ്. ചിരിക്കാന്ന് മാത്രമല്ല ഡെയിലി ഗുഡ് മോർണിംഗും കൊടുക്കും ഓട്ടോക്ക്. എന്നാൽ ഓട്ടോയാണെങ്കിൽ ഒന്ന് പഴതണ്ടി എന്ന രീതിയിലാണ് നടക്കുക. കാരണം അവൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ പോലും അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സോ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഇഡിയറ്റ്സ് ആയിട്ടാണ് അവൻ കണക്കാക്കുന്നത്. പിന്നെ മറ്റേ ജോഗി ചെയ്യുന്ന റോബോട്ടിൻ്റെ പേരാണ് ജെയിംസ്. ഇയാൾ മാത്രമല്ല ഇങ്ങേരുടെ അയൽവാസി, വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഓട്ടോ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഇവരുടെ ഈ ഒരു ഏരിയയിൽ വേറെ ആരും പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ താമസിക്കുന്നവർക്ക് കാറിൽ വെക്കാനായിട്ട് ഒരു പാർക്കിംഗ് കാർഡും ഉണ്ട്. അതെങ്ങാനും മിററിൽ വെക്കാണ്ട് ഗ്ലാസിൻ്റെ മുകളിലെങ്ങാനും വെച്ച് കണ്ട അത് മതി ഓട്ടോക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഈ ഒരു പാർക്കിംഗ് ഇഷ്യൂസ് കാരണം ഫുൾ ടൈം ഗേറ്റ് അടച്ചു വെക്കും. അത് മാത്രമല്ല, ഇവിടെ തൊട്ടപ്പുറത്ത് കൂറ്റൻ ബിൽഡിങ്സ് ആണ് റിയൽ എസ്റ്റേറ്റുകാർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇവരുടെ ഏരിയയിൽ ഒരു കണ്ണുണ്ട്. സോ അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഓട്ടോയ്ക്ക്. അങ്ങനെ അങ്ങേര് ജോലിക്ക് പോകാനൊരുങ്ങുന്നു. അപ്പോഴാണ് ഒരു പൂച്ചയെ കാണിക്കുന്നത്. അതിനാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ വയ്യ. സോ പൂച്ച അഭയം പ്രാപിക്കുന്നത് ഇങ്ങേരുടെ ഗ്യാരേജിൻ്റെ അകത്താണ്. ഈ പൂച്ചയാണ് രാവിലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ സാധിച്ചിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് ഓട്ടോയ്ക്കാണെങ്കിൽ പൂച്ച പട്ടിയൊന്നുമില്ല, വെറുപ്പാണ്. അങ്ങനെ ജോലിക്ക് പോകുന്നു. ഇന്ന് അങ്ങേരുടെ റിട്ടയർമെൻറ്റ് ഡേ ആണ്. സോ അതിന് ജോലിക്കാരെല്ലാവരും കൂടെ സെൻഡ് ഓഫ് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു സെൻഡ് ഓഫ് ഒന്നുമില്ല. ഇത്രയും കാലം അവൻ്റെ മുരട് സ്വഭാവം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിക്കാർ. അതുകൊണ്ട് ഇവൻ പോകുന്നതിലുള്ള സെലിബ്രേഷനാണ്. അതങ്ങേർക്ക് അറിയുകയും ചെയ്യാം. കാരണം ഇങ്ങേരായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇവിടുത്തെ മാനേജർ ഓട്ടോ ട്രെയിൻ ചെയ്ത പിള്ളേരെ പിടിച്ച് മെയിൻ സൂപ്പർവൈസേഴ്സ് ആക്കി. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോയ്ക്ക് ഒരു അടയാളമില്ലാണ്ടാക്കി. അതുകൊണ്ട് തന്നെ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ഓട്ടോ. ജോലിക്കാർക്കാണെങ്കിൽ പെരുന്നാൾ വന്ന പോലെയാണ് ആഘോഷം. അവൻ്റെ ഫേസിലുള്ള കേക്ക് 4 അങ്ങ് കട്ട് ചെയ്യുന്നു. അത്രയും ദേഷ്യമുണ്ട് അവർക്ക്. ഇങ്ങേര് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ്. ഒരു മനുഷ്യനോടും ചിരിക്കാറില്ല. അങ്ങനെ ഓട്ടോ എത്തിയെന്ന് മാത്രമല്ല വേഗം തന്നെ ഫോൺ സർവീസിലോട്ട് വിളിക്കുന്നു. അവൻ്റെ ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം കറണ്ടും. എന്നിട്ട് വീടും ക്ലീൻ ആക്കി കുളിച്ചൊരുങ്ങി കോട്ടും സ്യൂട്ടും ഇട്ട് ചില്ലറ പൈസ എടുത്തു വെച്ച് മറ്റേ ഒരു മുഴം കയറുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് തൂങ്ങിച്ചാവാൻ നിൽക്കുകയാണ് ഓട്ടോ. ഈ സൂയിസൈഡ് എന്തിനാന്നും ഏതിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ കഴുത്തിൽ കുരുക്കിടാൻ നിൽക്കുമ്പോഴാണ് ഏതോ ഒരു കാർ ട്രെയിലറും കൊണ്ട് അകത്തോട്ട് വരുന്നത്. എന്നിട്ട് അവർ പാർക്ക് ചെയ്യാൻ നോക്കുന്നു. ഇതൊക്കെ കണ്ട ഓട്ടോ വെറുതെ ഇരിക്കുമോ? ചാവാൻ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് അങ്ങേരുടെ പ്രശ്നം. പുറത്താണെങ്കിൽ വമ്പൻ കോമഡിയാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വൈഫ്, ഭർത്താവിനാണെങ്കിൽ മര്യാദക്ക് പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല.
വൈഫാണെങ്കിൽ 24 മണിക്കൂറും വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരട്ടെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈഫ്. ഇത് കേട്ടിട്ട് അങ്ങേരും കൂടെ മറ്റേ അലാം സൗണ്ടും ഉണ്ട്. എല്ലാം കൂടെ കൺഫ്യൂഷൻ അടിച്ചിട്ട് അവസാനം ദേ ഇതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ ഈ സമയത്താണ് ഓട്ടോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഓട്ടോ ആ സ്ത്രീയോട് പറയാണ്, അതെ ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്യാനും പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. എന്നെ കണ്ട ഡ്രൈവ് ചെയ്യുന്ന പോലെ ഉണ്ടാ? ഇല്ലല്ലോ, ഓടിക്കുന്നതേ അങ്ങേരോട് പറ. ഇത് കേട്ടിട്ട് ഓട്ടോയ്ക്ക് ആണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അങ്ങനെ ഓട്ടോ അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് ഓട്ടോക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. ഇവരിങ്ങോട്ട് വന്നിട്ടുള്ള പുതിയ താമസക്കാരാണ്. സോ അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല സൂപ്പർ അയൽവാസിനെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് മാത്രമല്ല ഇങ്ങർക്കും അതേ സെയിം അവസ്ഥയാണ്. ഇവിടെ ഭർത്താവാണെങ്കിൽ സ്റ്റിൽ പാർക്ക് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നു. ഓട്ടോയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് മരിക്കുകയും വേണം. അങ്ങരുടെ ടൈമാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. സോ വണ്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കുന്നു, ഓട്ടോ കയറുന്നു. എന്നാൽ ഈ കാറാണെങ്കിൽ ഓട്ടോമാറ്റിക്. ഇങ്ങർക്ക് ഈ ഓട്ടോമാറ്റിക് വണ്ടിയൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. നല്ല മാനുവൽ ഗിയറുള്ള നല്ല കിഡിലൻ വിൻറ്റേജ് കാറുകളാണ് ഇങ്ങർക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് ബാക്കിലിരിക്കുന്ന 2 ട്രോഫിയെ കാണിക്കുന്നത്. ഹായ്, നിങ്ങളുടെ പേരെന്താ? ഓട്ടോ. ഇത് കേട്ടേക്ക് ഓത്തോ എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ മെക്സിക്കൻസ് ആണ്. സോ ചില വേർഡ്സ് പറയുമ്പോൾ അവർക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടാറില്ല. ഓത്തോ അല്ല, ഓട്ടോ, OTTO. ഞാൻ ലൂണ, OTTO എന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ് ലൂണ. അപ്പുറത്തിരിക്കുന്ന ആബി. ചുരുക്കി പറഞ്ഞ ഈ ഫാമിലിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും തൂങ്ങിച്ചാവാൻ പോവല്ലേ, ഇതൊന്നും സഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വണ്ടി കറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അവിടുന്ന് ദേഷ്യം പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. അങ്ങനെ ഓട്ടോ വീട്ടിലെത്തി. എന്നിട്ടൊരു ബുക്ക് എടുത്തുകൊണ്ട് തൻ്റെ വൈഫിനെയാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കാണാൻ നല്ല ഭംഗിയാട്ടാ. തൻ്റെ വൈഫിൻ്റെ മുഖം മനസ്സിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അത് നശിപ്പിക്കാനായിട്ട് ഡോറിൽ ഒടുക്കത്തെ കൊട്ടങ്ങ് കൊട്ടുന്നത്. വന്നിരിക്കുന്ന വേറെ ആരുമില്ല, പുതിയ അയൽവാസിയാണ്. ഹായ് ഓട്ടോ, ഞാൻ മേരി, ഇത് ടോമി. നമ്മൾ നൈബേഴ്സ് ആകുമ്പോൾ പരിചയപ്പെടണ്ടേ? ബൈ ദ ബൈ, പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ സഹായിച്ചതിൽ താങ്ക്സ് ഉണ്ട് എന്നും പറഞ്ഞ് അവൾ ഉണ്ടാക്കിയ ഫുഡ് അങ്ങ് കൊടുക്കുന്നു. പുള്ളിക്കാരത്തി നല്ല അപാര കുക്കാണ്. അതും ഇവർക്കറിയാത്ത കിഡിലൻ മെക്സിക്കൻ ഫുഡ് ഉണ്ടാക്കുന്ന നല്ല കിഡിലൻ കുക്ക്. അപ്പോൾ ഓക്കെ ശരിയെന്നും പറഞ്ഞ് വാതിലടക്കാൻ നിൽക്കുകയാണ് ഓട്ടോ. അപ്പോഴാണ് സ്പാനർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതും പറഞ്ഞ് വളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഓ പണ്ടാരം എന്നും പറഞ്ഞ് അതങ്ങ് എടുത്തു കൊടുക്കുന്നു. അല്ലാണ്ട് ഇവരായിട്ട് ഒരിക്കലും പോവില്ല. അങ്ങനെ അവൻ്റെ ഗ്യാരേജിൽ നിന്ന് സ്പാനർ എടുത്തു കൊടുക്കുന്നു. എന്നാൽ അപ്പോഴുണ്ട് മറ്റേ പൂച്ച. ഈ സാധനം ഇതുവരെ പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേര് തിരിച്ചു പോകുന്നു. എന്തായാലും ചാവാൻ പോവുകയാണ്. സോ മേരി കൊടുന്ന നല്ല മെക്സിക്കൻ ഫുഡ് അടിച്ചുകൊണ്ട് ചാവാന്നും കരുതിയ ഫുഡ് അങ്ങ് കഴിക്കുന്നു. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ യജ്ജാതി ടേസ്റ്റ്. അങ്ങനെ ചാവാൻ വേണ്ടി കുരുക്കിടുന്നു. ഇടുന്നു എന്ന് മാത്രമല്ല, അയാൾ കിടന്ന് പെടയാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ലൈഫാണ് കൺമുന്നിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. കയറിട്ട് വെച്ച ഹുക്കിനത്ര ശക്തി ഉണ്ടായിരുന്നില്ല. സോ ഹുക്കും പൊട്ടി നേരെ താഴോട്ട്. അങ്ങനെ ആ ശ്രമവും പാളി. എന്തായാലും ഇന്ന് മരിക്കാനുള്ള മൂഡ് പോയി. സോ നാളെ നോക്കാമെന്നും വിചാരിച്ച് നേരെ വൈഫിനെ കാണാൻ പോകുന്നു സെമിത്തേരിയിലോട്ട്. സോണിയ എന്നാണ് വൈഫിൻ്റെ പേര്. അങ്ങനെ പുതിയ വാടകക്കാരെക്കുറിച്ചും അതിലെ പൊട്ടൻ ഭർത്താവിനെക്കുറിച്ചും റേഡിയോ പോലെ സംസാരിക്കുന്ന ഭാര്യയെക്കുറിച്ചും പിന്നെ അവരുടെ 2 കുഞ്ഞു ട്രോഫികളെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും തൻ്റെ വൈഫുമായിട്ട് അവൻ പങ്കുവെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തൻ്റെ വൈഫിനെ ആലോചിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ പോരാത്തതിന് അവൻ്റെ പഴയ കാലം, അതും മനോഹരമായ പ്രണയകാലം. പണ്ട് മിലിറ്ററിയിൽ ചേരാൻ പോയതാണ് നമ്മളുടെ നായകൻ. എന്നാൽ ഓട്ടോയ്ക്കാണെങ്കിൽ ഹൈപ്പർ ട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഹാർട്ട് ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ശ്വാസം കിട്ടാണ്ടാവും, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആർമിയിൽ അവനക്ക് നിൽക്കാൻ സാധിച്ചില്ല. അവനെ പറഞ്ഞു വിട്ടു. ഇപ്പോഴത്തെ ഓട്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒട്ടും ദേഷ്യമില്ലാത്ത ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു സാധു മനുഷ്യൻ. അതായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഓട്ടോ. അങ്ങനെ ഓട്ടോ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ നിൽക്കുന്നു. അങ്ങനെ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഒരു ഭംഗിയുള്ള പെൺകുട്ടി ഓടിപ്പോകുന്നത്. അവളെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പെട്ടെന്നാണ് അവളുടെ ബുക്ക് അങ്ങ് താഴെ പോകുന്നത്. ഇത് കണ്ടേക്ക് ഓട്ടോയാണെങ്കിൽ കുറേ പറയുന്നുണ്ട് ബുക്ക് മിസ്സായിട്ടുണ്ടെന്ന്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ സഹായിക്കാൻ തീരുമാനിച്ചു. അതാ ബുക്ക് തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, ആ പെൺകുട്ടീനെ ഒന്നുകൂടെ കാണാൻ. അങ്ങനെ അവൾ കയറുന്ന അതേ സെയിം ട്രെയിനിൽ അവനും കയറുന്നു. പക്ഷെ അങ്ങേർക്ക് കയറേണ്ട ട്രെയിൻ വേറെയാണ്. അങ്ങനെ തെരഞ്ഞ് അവസാനം ആ പെൺകുട്ടിയുടെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് ആ ബുക്ക് അങ്ങ് കൊടുക്കുകയും ചെയ്തു. ഇവളുടെ മുഖം കണ്ടിട്ട് അവനക്ക് അപ്പം തന്നെ ക്രഷ് അടിച്ചു. അങ്ങനെ അവർ പരിചയപ്പെടുന്നു. ഈ പെൺകുട്ടിയാണ് ഇപ്പം കല്ലറ കിടക്കുന്ന സാക്ഷാൽ സോണിയ, അതായത് ഓട്ടോയുടെ ഭാര്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന് TT വരുന്നത്. ട്രെയിൻ മാറിപ്പോയാണ്ട് തന്നെ ഫൈൻ കൊടുക്കണം. എന്നാൽ കയ്യിലുള്ളത് ആകെ കൂടാതെ ഇതാണ്. ഇനിയും ചില്ലറയുടെ ആവശ്യമുണ്ട്. എത്ര തപ്പിയിട്ടും കിട്ടുന്നില്ല. ഇവളുടെ മുമ്പിലാണെങ്കിൽ നാണം കെടാനും വയ്യ. ഈ സമയത്താണ് സോണിയ എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടെന്നും പറഞ്ഞ് കുറച്ച് ചില്ലറ പൈസ അങ്ങ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ടാണ് തൽക്കാലത്തിന് ഊരിപ്പോകുന്നത്. എന്നാൽ ഒരു കോയിൻ ബാക്കിയുണ്ട്. അതും 1964 ഒരു പ്യുവർ സിൽവർ. അതവൻ തിരിച്ചു കൊടുക്കുന്നു.
എന്നാൽ അത് അവനോട് തന്നെ എടുത്തു വെക്കാൻ പറയുന്നു. ആ ചില്ലറ പൈസയാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. എന്തായാലും സോണിയനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര പോസിറ്റീവ് എനർജി. ആദ്യം തന്നെ ഫുഡ് തന്ന പാത്രം മേരിക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. വിത്തേ കുറിപ്പ്, സാധനം കൊള്ളാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കുന്നു. അപ്പോഴാണ് റോബോട്ട് ജെയിംസ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പതിവ് പോലെ ഗുഡ് മോർണിംഗ്. തിരിച്ചെന്താ പറയാന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോമ്പൗണ്ടിലോട്ടൊരു കാറ് വരുന്നത്. അതും മറ്റേ റിയൽ എസ്റ്റേറ്റുകാരുടെ കാറ്. അവർക്ക് ഈ സ്ഥലത്തിൽ നല്ല കണ്ണുണ്ട്. സോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നും പറഞ്ഞ് വയറ് നിറച്ചങ്ങ് കൊടുക്കുന്നു ഓട്ടോ. അങ്ങനെ ഈ സമയത്താണ് ഒരുത്തി വന്നിട്ട് മറ്റേ പൂച്ചയെ കല്ലെറിയുന്നത്. ഇത് കണ്ടേക്കോട്ടോ അവളെ അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് ആ പൂച്ചയോട് പറയാണ്, ഡേയ് ജീവനെ കൊതിയുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാൻ നോക്ക്, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതും പറഞ്ഞവൻ വീട്ടിലോട്ട് പോകുന്നു. അപ്പോഴാണ് മേരി വന്നിട്ട് വാതിൽ കൊട്ടുന്നത്. ഇത് കേട്ടേക്ക് ഇനി എന്താണെന്നും ചോദിച്ചുകൊണ്ട് അങ്ങ് വാതിൽ തുറക്കുന്നുണ്ട് ഓട്ടോ. എന്നാൽ മേരി ഫുഡും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതും ഒരു കിടിലൻ മെക്സിക്കൻ കുക്കീസ്. ഇന്നലെ ഫുഡും കൊടുത്ത് സ്പാനറാണ് ചോദിച്ചെങ്കിൽ ഇന്ന് ലേഡറാണ് ചോദിക്കുന്നത്. അങ്ങനെ ഗ്യാരേജിലോട്ട് അതെടുക്കാൻ പോകുന്നു. അപ്പോഴാണ് അനീറ്റയെ കാണുന്നത്, ഇവരുടെ മറ്റൊരു അയൽവാസി. അതുമാത്രമല്ല ഓട്ടോയെ പോലെ കാലങ്ങളായിട്ട് ഇതേ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് ഈ അനീറ്റ. ഈ അനീറ്റയ്ക്ക് ഒരു ഹസ്ബൻഡും ഉണ്ട്, റൂബൻ. പക്ഷേ ഈ റൂബൻ ആണെങ്കിൽ ഇപ്പോൾ സംസാരിക്കാനും പറ്റില്ല, അനങ്ങാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് പുള്ളിക്കാരൻ. ഓട്ടോ എൻ്റെ ഹീറ്ററിന് എന്തോ കംപ്ലൈൻറ്റ്, അതൊന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ? അതിൻ്റെ സ്ക്രൂവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എനിക്കൊന്നും വയ്യ, നിങ്ങളെന്നെ ഒറ്റയ്ക്ക് ശരിയാക്കിയാൽ മതി. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ കേട്ട മേരി പറയാണ്, എൻ്റെ പൊന്നോട്ടോ അതൊന്ന് സെറ്റാക്കി കൊടുക്ക്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടോമി വന്നിട്ട് സോണിയുടെ സാധനത്തിൽ തൊടുന്നത്. അത് കണ്ടേക്ക് ഇങ്ങേരങ്ങ് റേസ് ആവുന്നു. ഒരാളും സോണിയുടെ സാധനത്തിൽ തൊടുന്നത് അങ്ങേർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ എല്ലാവരും തിരിച്ചുപോയി. എന്നാൽ ആ ഗ്യാരേജിൽ പൂച്ചയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവൻ്റെ മേളിലങ്ങ് അള്ളിപ്പിടിച്ചിരിക്കുന്നു. ഒരു വിധത്തിലാണ് ഓട്ടോ അതിനെ ഒന്ന് പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ ഓട്ടോ നേരെ പോകുന്നത് അനീറ്റയുടെ വീട്ടിലോട്ടാണ്. ഹീറ്റർ റെഡിയാക്കി കൊടുക്കില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞ്, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ. അങ്ങനെ അതും ചെയ്തു കൊടുക്കുന്നു. ഈ സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്, റിയൽ എസ്റ്റേറ്റുകാർ കളി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് അവർ ആദ്യം തന്നെ തട്ടിയെടുക്കാൻ പോകുന്നത് അനീറ്റയുടെയും റൂബന്റെയും വീടാണ്. ഇവരുടെ മകൻ ക്രിസ്റ്റി വഴിയാണ് അവർ ഈ ഡീലെല്ലാം നടത്തുന്നത്. ഇപ്പറഞ്ഞ ക്രിസ്റ്റിയാണെങ്കിൽ അമ്മേനെയും അച്ഛനെയും നോക്കാറേയില്ല. ഇവിടെ റൂബൻക്കാണെങ്കിൽ ഒട്ടും വയ്യ. സോ അവനൊരു കെയർ ഹോമിലാക്കണം, ഇത്രയും വലിയ വീട് അനീറ്റയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്രിസ്റ്റിയും റിയൽ എസ്റ്റേറ്റുകാരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടേക്ക് ഓട്ടോക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കുളിച്ചൊരുങ്ങി പുതിയൊരു കോട്ട് നേരെ പോകുന്ന ഗ്യാരേജിലോട്ടാണ്. സംഭവം വേറെ ഒന്നുമില്ല, അടുത്ത സൂയിസൈഡ് പ്ലാനാണ്. അങ്ങനെ ഒരു ഓസ് എടുക്കുന്നു, വണ്ടിയുടെ സൈലൻസറിലോട്ട് ഫിറ്റ് ചെയ്യുന്നു, എന്നിട്ട് കാറിന്റെ അകത്തോട്ട് ഇടുന്നു. ഏതായാലും മരിക്കാൻ പോവുകയാണ്. എന്നാൽ പിന്നെ നല്ല കിടിലൻ മെക്സിക്കൻ കുക്കീസ് കഴിച്ചുകൊണ്ട് മരിക്കാന്നും കരുതി അങ്ങ് കുക്കീസ് കഴിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കാറിന്റെ അകത്തോട്ട് ഗ്യാസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഓട്ടോ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കാൻ തുടങ്ങുന്നത്. അവൻ ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പിന്നെയും ചെന്നു. എങ്ങാനും സോണി അങ്ങോട്ട് വന്നാലോ? അതെ, വന്നു എന്ന് മാത്രമല്ല, അവളുടെ ട്രെയിനും മിസ്സായി. സത്യം പറഞ്ഞാൽ മിസ്സായതല്ല, മിസ്സാക്കിയതാണ്. അല്ല താനെന്തവിടെ? അല്ല, ഇന്നലെ ട്രെയിനിൽ എൻ്റെ ക്യാഷ് താനല്ലേ കൊടുത്ത്, അത് തിരിച്ചു തരാൻ വന്നതാ. താൻ എന്താ ചെയ്യുന്നത്? ഞാൻ മിലിറ്ററിയിലാണ്. അപ്പം ജോലിയുണ്ട്. എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ്യ്, എന്നെ ഇന്ന് നല്ല സൂപ്പർ ഡിന്നറിന് കൊണ്ടുപോകും. അവൻ അപ്പം തന്നെ ഓക്കെ പറയുന്നു. ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്, അങ്ങനെ വിടാൻ പറ്റുമോ? പക്ഷെ ഇങ്ങരുടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, മിലിറ്ററിയിലാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ രാത്രിയായി. സോണിയ വന്നു. അവൾക്ക് നല്ല കിടിലൻ ഫുഡും വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ അവൻ ജസ്റ്റ് സൂപ്പ് മാത്രമാണ് കുടിക്കുന്നത്, അല്ലാണ്ട് ഒരു വഴിയുമില്ല ഇവൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ. ഇത് കണ്ടേക്ക് സോണിയ ചോദിക്കുകയാണ്, താനെന്താ ഇതൊന്നും കഴിക്കില്ലേ? സോണിയ, ഐ എം സോറി, കഴിക്കാഞ്ഞിട്ടൊന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല. നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ എനിക്ക് പട്ടിണി കിടന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അങ്ങേരങ്ങ് പോകുന്നു. എന്നാൽ സോണിയ അവനെ വിടാതെ പിടിച്ചിർത്തുന്നു. നിർത്തുന്നു മാത്രമല്ല, അത്രയും വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ച് അവൻക്കൊരു കിസ് അങ്ങ് കൊടുക്കുന്നു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒടുക്കത്തെ കൊട്ടായിട്ട് മേരി വരുന്നത്. ഇങ്ങേർക്കൊന്നും മനസമാധാനത്തിൽ ചാവാൻ അവള് സമ്മതിക്കൂല. തനിക്കിത് എന്തിൻ്റെ കേടാടോ? എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്നൊന്ന് വീണു, ആംബുലൻസിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ പ്ലീസ്. തന്നെത്താൻ വണ്ടി ഓടിച്ച് പോയാൽ മതി. അപ്പോഴാണ് ഇവൾക്ക് ലൈസൻസ് ഇല്ലാന്നും ഡ്രൈവിംഗ് അറിയില്ല എന്നും ഓട്ടോ അറിയുന്നത്. പിന്നെ അവിടെ ഗംഭീര ചർച്ചയാണ് ഓട്ടോ. ലൈസൻസ് എന്താ എടുത്താൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വൻ സീന്. എൻ്റെ പൊന്നോട്ടോ, എൻ്റെ ഭർത്താവിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങേര് മരിച്ചോ ഇല്ലേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. തനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റോ ഇല്ലേ അത് പറ. ഇത് കേട്ടേക്ക് അങ്ങേര് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. എന്നാൽ കൂടെ പിള്ളേരും ഉണ്ടിട്ടാ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ പിള്ളേർ ഓട്ടോയുടെ തലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് മേരി ഡോക്ടറെ കാണാൻ പോകുന്നത്. സാധാരണ ഈ ആൺപിള്ളേരാണ് റെസ്ലിംഗ്, ജോൺ സീന, അണ്ടർടേക്കർ എന്നൊക്കെ പറഞ്ഞ് കളിക്കാറുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അപ്പം തന്നെ പിള്ളേരുടെ റേഞ്ച് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂണ അവൾക്ക് കഥ വായിച്ചു കൊടുക്കാൻ പറയുന്നത്. അതാണെങ്കിൽ ഒരു പരട്ട കരടിയുടെ കഥ. എന്നാൽ അത് വായിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവൾക്ക് കരടിയുടെ സൗണ്ട് എഫക്റ്റും കൂടെ വേണം.
അങ്ങനെ ഈ സമയത്താണ് പിള്ളേരെ രസിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലൗൺ വരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മേരി പുറത്തേക്ക് വന്നു. ആ സമയത്ത് അവൾ കാണുന്നത് ഇടിയും കൊണ്ട് നിൽക്കുന്ന ക്ലൗണിനെയാണ്. അതുമാത്രമല്ല, സെക്യൂരിറ്റിക്കാർ ഓട്ടോയെ പിടിച്ചു വെക്കുന്നു. സംഭവം വേറൊന്നുമില്ല, ഈ ക്ലൗൺ ഒരു മാജിക് കാണിക്കാനാന്നും പറഞ്ഞ് ഇങ്ങേരുടെ അടുത്തുനിന്ന് മറ്റേ കോയിൻ മേടിച്ചു. പിള്ളേരെ രസിപ്പിക്കാനല്ലേ, പിന്നെ പോരാത്തതിന് കോയിൻ തിരിച്ച് കിട്ടുകയും ചെയ്യും. സോ അതങ്ങ് കൊടുക്കുന്നു. അങ്ങനെ മാജിക് കഴിഞ്ഞു. എന്നാൽ തിരിച്ചു കിട്ടിയ കോയിൻ മാറിപ്പോയി. അതിന്റെ പേരിൽ അവിടെ വമ്പൻ ലഹളയാണ്. അങ്ങനെ അവസാനം സ്വന്തം കോയിൻ സ്വന്താക്കി. ക്ലൗണിട്ട് നല്ല കനത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോ തിരിച്ചു പോകുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ പിള്ളേരെക്കുറിച്ച് ഓർത്ത് സ്മൈൽ ചെയ്യുന്നു. അതും ഓട്ടോ പോലും അറിയാണ്ട്. ഇത് കണ്ടേക്ക് മേരി ആണെങ്കിൽ ഒട്ടുക്കത്തെ ഹാപ്പി. 3 ദിവസമായിട്ടുള്ളൂ മേരി ഇങ്ങോട്ട് താമസം മാറിയിട്ട്. പക്ഷെ അതിനകം അവളും അവളുടെ ഫാമിലിയും ഓട്ടോമായിട്ട് നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പാണ്. അല്ല ഓട്ടോ, നിങ്ങൾ ചിരിക്കുമോ? ഞാൻ ചിരിച്ചൊന്നുമില്ല, ചിരിക്കത്തുമില്ല. ഇതൊക്കെ കാണുമ്പോൾ മേരിക്ക് ഓർമ്മ വരുന്നത് അവളുടെ അച്ഛനെയാണ്. അങ്ങേരും ഇതേപോലെ മുരട് മനുഷ്യനായിരുന്നു. അങ്ങനെ അവർ ടോമീനെയും കൊണ്ട് വീട്ടിലെത്തി. ഇന്നിപ്പോൾ എന്തായാലും പതിവ് പോലെ ചാവാനുള്ള മൂടൊക്കെ പോയിട്ടുണ്ട്. സോ അതങ്ങ് നാളത്തേക്ക് വെക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പൂച്ച സാറ് ഒട്ടും വയ്യാണ്ട് കിടക്കുന്നത്. അത് കണ്ടേക്ക് മേരി ഓട്ടോയെ വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേർക്ക് അതൊന്നും നോക്കാൻ യാതൊരു താല്പര്യമില്ല. മേരിക്കാണെങ്കിൽ ആ പൂച്ചയെ എടുക്കാനും പറ്റില്ല. അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, പിന്നെ പ്രഗ്നൻറ്റും കൂടിയാണല്ലോ. സോ റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ റോബോട്ട് ജെയിംസ് അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ ആ പൂച്ചയെ അങ്ങ് എടുക്കുന്നു. തൽക്കാലത്തിന് ആ പൂച്ചക്ക് വാമായിട്ടുള്ളൊരു സ്ഥലം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവർ നേരെ ഓട്ടോയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ഹീറ്റർ ഓൺ ആക്കാനായിട്ട് കറണ്ട് പോലും ഇല്ല. ചാവാൻ പോകുന്ന കാരണം എല്ലാം കട്ട് ചെയ്തിരിക്കുകയല്ലേ. പെട്ടെന്നാണ് സോണിയനെ കുറിച്ചുള്ള സംസാരം വരുന്നത്. അതിൽ നിന്ന് മേരി മനസ്സിലാക്കി സോണിയ മരിച്ചതിന് ശേഷം ഒറ്റപ്പെടൽ കാരണമാണ് ഓട്ടോയ്ക്ക് ഇത്രയും പ്രഷറും ദേഷ്യം എന്നൊക്കെ. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകുന്നു. അങ്ങനെ ഓട്ടോ അന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. ട്രെയിനിൻ്റെ മുന്നിലോട്ട് എടുത്തു ചാടി ചാവാനാണ് പ്ലാൻ. എന്നാൽ ചാവാൻ പോകുന്നതിന് മുമ്പ് പഴയ കഥകളൊക്കെ ഓർക്കുന്നു. സോണിയും ഓട്ടോയും സെറ്റായിട്ട് കുറച്ചു കാലമായി. അങ്ങനെ ഓട്ടോ ഒരു ഡിഗ്രിയും സ്വന്താക്കി. അപ്പോഴാണ് അവൻ ആ ചോദ്യം ചോദിച്ച്, വിൽ യു മാരി മീ? അത് കേട്ടേക്ക് അവളങ്ങ് ഹാപ്പി ആവുന്നു. അങ്ങനെ ഓട്ടോ ചാവാനായിട്ട് ഇറങ്ങി തിരിച്ചു. ട്രെയിൻ വരുന്ന ഒരു കറക്റ്റ് ടൈമിൽ ചാടാനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. എന്നാൽ അപ്പോഴാണ് ഏതോ ഒരു മനുഷ്യൻ വെയ്യാണ്ട് നേരെ ട്രാക്കിലോട്ട് വീഴുന്നത്. ഇവിടെ എല്ലാവരും ഫോൺ എടുത്ത് വീഡിയോ എടുക്കാന്നല്ലാണ്ട് ഒരാൾ പോലും സഹായിക്കുന്നില്ല. പിന്നോട്ടോ ഒന്നും നോക്കിയില്ല, അങ്ങ് ചാടുന്നു, എഴുന്നേൽപ്പിക്കുന്നു, രക്ഷിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ ഓട്ടോ ട്രാക്കിലോട്ട് വന്നു. ട്രെയിനിന്റെ സൗണ്ട് കേട്ട് പുള്ളിക്കാരനാണെങ്കിൽ പേടിയാവുന്നു. ഇതുവരെ ചാവാൻ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമല്ലത്. ഇത് കുറച്ച് കട്ടിയാണ്. തന്റെ വൈഫിന്റെ മുഖം മാത്രമാണ് അയാളുടെ മുന്നിലോട്ട് വരുന്നത്. പെട്ടെന്നാണ് ഏതൊരു മനുഷ്യൻ അയാൾക്ക് കൈ കൊടുക്കുന്നതും പിടിച്ചേറ്റുന്നതും. അതുകൊണ്ട് മാത്രം ഓട്ടോ രക്ഷപ്പെട്ടു. നാട്ടുകാരാണെങ്കിൽ മറ്റേ പുള്ളിക്കാരനെ രക്ഷിച്ചതിന്റെ പേരിൽ ഓട്ടോനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടോ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് മേരി അങ്ങോട്ട് വരുന്നത്. എന്നിട്ടൊരു ചിത്രം കൊടുക്കുന്നു. അവളുടെ ഫാമിലീനെ വരച്ചിരിക്കുകയാണ് ആബി. പക്ഷെ അക്കൂട്ടത്തിൽ ഓട്ടോനെയും ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഓട്ടോ മാത്രം കളറിൽ. ആ കുട്ടി എപ്പോൾ ചിത്രം വരച്ചാലും ഓട്ടോ മാത്രം കളറിലായിരിക്കും. അവർക്ക് അത്ര ഇഷ്ടമാണ് ഓട്ടോനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരി ഒരു കാര്യം പറയുന്നത്. ഓട്ടോ, എനിക്ക് ലൈസൻസ് എടുക്കണം. സോ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ? ഇത് കേട്ടേക്ക് നോ എന്നാണ് അങ്ങേര് പറയുന്നത്. ആ സമയത്താണ് ജെയിംസ് അങ്ങോട്ട് വരുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, പൂച്ചയെ തിരിച്ചു കൊടുക്കാനാണ്. അവൻക്കുണ്ട് ഈ അലർജിയുടെ പ്രശ്നം. അങ്ങനെ പൂച്ച ഓട്ടോയുടെ തലയിലായിരുന്നു സാരം. അങ്ങനെ ഓട്ടോ സോണിയുടെ കല്ലറയിലോട്ട് പോകുന്നു. കൂടെ അവൻ്റെ പുതിയ കൂട്ടുകാരനായ പൂച്ചയുണ്ട് ട്ടാ. സോണിയ, ഇന്നും ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാൻ കുറേ ശ്രമിച്ചു. പക്ഷെ ചാവുന്ന അത്ര എളുപ്പമല്ല എന്ന് ഇന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ എന്തായാലും വരും, നീ പേടിക്കണ്ട എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത്. പിന്നെ നമ്മുടെ പൂച്ച സാറിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഭാര്യ പോയതിനു ശേഷമുള്ള ഒറ്റപ്പെടൽ അവനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ സൂയിസൈഡിന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും താൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് എത്തില്ല. അങ്ങനെ രാത്രിയായി. പൂച്ചക്കായിട്ട് പുള്ളിക്കാരൻ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും അതിനിഷ്ടം ഓട്ടോയുടെ കൂടെ കിടക്കാനാണ്. അങ്ങനെ ഈ സമയത്താണ് ഓട്ടോ മേരി കൊടുത്ത മറ്റേ ചിത്രം നോക്കുന്നത്. അത് കണ്ടിട്ട് പുള്ളിക്കാരനൊരു പുഞ്ചിരി വരുന്നു. അത് മാത്രമല്ല, പ്രഗ്നൻ്റായ സോണിയ ആലോചിക്കുന്നു, നിങ്ങൾ നല്ലൊരു അച്ഛനായിരിക്കും എന്നാണ് സോണിയ പറയുന്നത്. ഇവിടെ ഇങ്ങർക്ക് കൊടുത്തിട്ടുള്ള ചിത്രവും ഒരു കുട്ടി വരച്ചതാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. പത്രം ഇടുന്ന ചെറുക്കനാണെങ്കിൽ പത്രം വലിച്ചെറിഞ്ഞ് പോകുന്നുണ്ട്. അത് കണ്ടോട്ടോ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. സിനിമയുടെ തുടക്കത്തിൽ സൈക്കിളിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയ അതേ ചെറുക്കൻ തന്നെയാണ് ഇട്ടത്. അങ്ങനെ അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഓട്ടോ ആൻഡേഴ്സൺ അല്ലേ? നിങ്ങളുടെ വൈഫ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേര് മാൾക്കം. പക്ഷെ അങ്ങനെ വിളിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ട്രാൻസ് ആണ്. പക്ഷെ എൻ്റെ ടീച്ചറായ സോണിയ അങ്ങനെയല്ലായിരുന്നു. എന്നെയും ഒരു മനുഷ്യനായിട്ട് അവർ കണ്ടിരുന്നത്. അതേപോലെ മാൾക്കം തന്നെ വിളിക്കാറുണ്ടായിരുന്നു. മറ്റ് ടീച്ചർമാരെ കൊണ്ട് വിളിപ്പിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം അത്രയും നേരം തിളച്ചിരുന്ന ഓട്ടോ ഒറ്റയടിക്ക് അങ്ങ് കൂളാവുന്നു. അത് മാത്രമല്ല, മാൾക്കവുമായിട്ട് അവൻ കമ്പനിയാവുന്നു. പക്ഷെ കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിരിച്ചിടപഴകുന്ന കമ്പനിയൊന്നും അല്ലാട്ടാ.
അങ്ങനെ ഈ സമയത്താണ് കാറും കൊണ്ട് മേരി വരുന്നത്. അതും ഓട്ടോമാറ്റിക്. അതുകൊണ്ട് തന്നെ നിർത്തുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് പകരം പാർക്കിങ്ങിലോട്ട് ഗിയർ മാറ്റണമെന്നൊന്നും പുള്ളിക്കാരത്തിക്ക് അറിയില്ല. അതുകൊണ്ട് കാർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓടിക്കാൻ പഠിപ്പിക്കുന്നവൻ എന്തോ ഭാഗ്യത്തിന് പിടിച്ചു നിർത്തുന്നുണ്ട്. ഇത് കണ്ടേ ഓട്ടോ തീരുമാനിച്ചു ഇവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട്. ഇതറിഞ്ഞ പാട് മേരിയാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി. പക്ഷേ ആ ഹാപ്പിനെസ് അധികം നേരം നീണ്ടുന്നില്ല. കാരണം പഠിപ്പിക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോ അറിയാണ്ട് തന്നെ സ്വയം മാറി തുടങ്ങി. ഓട്ടോമാറ്റിക് അല്ലേ നല്ലത്, മാനുവൽ പഠിച്ചാലേ ഡ്രൈവിംഗ് എന്നാത് മനസ്സിലാവൂ. അങ്ങനെ പഠനം ആരംഭിച്ചു. ഒരു വിധത്തിലാണ് മേരി ആ കാറും കൊണ്ട് പോകുന്നത്. അത്രയും പേടിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് അങ്ങ് ഹോൺ അടിക്കുന്നത്. അതും കൂടെ കേട്ടേക്ക് അവളുടെ കയ്യിൽ നിന്ന് പോകുന്നു. എന്നാൽ ഓട്ടോ കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഹോൺ അടിക്കുന്നവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. മേരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 2 എണ്ണത്തിനെ പെറ്റിട്ടില്ലേ, ഇപ്പം ഇതാ 3ാമത്തെ. ഇതൊന്നും പോരാണ്ട് നാടും വിട്ട് ഇങ്ങോട്ട് വന്നു, പുതിയ ഭാഷയും പഠിച്ചു. അതൊക്കെ പോട്ടേന്ന് വെക്കാം, ആ മണ്ടം ഭർത്താവിനെ സഹിക്കുന്നു. ഇത്രയും പാടൊന്നുമില്ല ഒരു കാർ ഓടിക്കാൻ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇഡിയറ്റ്സ് ആണ്. കുറച്ചേലും ബോധമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ട് നിന്നിലാണ്. നീ ഒരു ഇഡിയറ്റ് അല്ല, മനസ്സിലായ? ഈ ഒരു മോട്ടിവേഷൻ നന്നായി ഏറ്റിട്ടുണ്ട്. അങ്ങനെ കാറൊക്കെ മര്യാദക്ക് ഓടിക്കാൻ പഠിക്കുന്നു. അങ്ങനെ ഇവർ നേരെ പോകുന്നത് സോണിയക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറിയിലോട്ടാണ്. ആ സ്ഥലത്തിനെക്കുറിച്ചും സോണിയനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങേർക്ക് 100 നാവാണ്. അതെല്ലാം അത്രയും ഇഷ്ടത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മേരി. അങ്ങനെ 2ാമത്തെ ദിവസവും ഇവർ അങ്ങോട്ട് തന്നെ വന്നു. അപ്പോഴാണ് അവന്റെ കഥയുടെ ബാക്കി പറയുന്നത്. ഓട്ടോയുടെയും സോണിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരിങ്ങോട്ട് താമസം മാറി. ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരാണ് റൂബൻ ആൻഡ് അനീറ്റ. വന്ന അന്ന് മുതൽ തന്നെ അവരുമായിട്ട് നല്ലവണ്ണെടുത്തു. അത് മാത്രമല്ല റൂബനും ഓട്ടോയ്ക്കും കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അവർ ബെസ്റ്റ് ഫ്രണ്ട്സായി. പക്ഷെ ആൾക്കാരല്ലേ, മാറിപ്പോവും. പണ്ട് മുതലേ 2 പേർക്കും ഇഷ്ടം വിന്റേജ് കാറുകളായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂബൻ മാറ്റത്തിനൊത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങേരൊരു ഓട്ടോമാറ്റിക് കാർ അങ്ങ് വാങ്ങി. അത് കേട്ടേക്ക് ഓട്ടോയ്ക്കാണെങ്കിൽ ഒട്ടും പറ്റിയില്ല. ഒരാൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാറാൻ പാടില്ല. അതാണ് ഓട്ടോയുടെ തിയറി. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഇഡിയറ്റ് ആണെന്നർത്ഥം. പിന്നെ പോരാത്തതിന് വേറെ കുറേ ഇഷ്യൂസ്. ഇതിൻ്റെ ഇടയിലാണ് മറ്റേ റിയൽ എസ്റ്റേറ്റ് അപ്പുറത്ത് ബിൽഡിംഗ് കെട്ടാൻ തുടങ്ങുന്നത്. അല്ല ഓട്ടോ, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? ഇത് കേട്ടേക്ക് ഓട്ടോ പോവാൻ സമയമായി എന്നും പറഞ്ഞ് ഇറങ്ങുന്നു. അങ്ങേരുടെ മുഖത്താണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. അപ്പോഴാണ് മേരി ഒരു സഹായം ചോദിക്കുന്നത്. ഇന്ന് രാത്രി മേരിയും ടോമിയും കൂടെ ഡിന്നറിന് പോവും. ആ സമയത്ത് ഈ 2 കുരിപ്പിനെ നോക്കാൻ. ഇതിനെ മേയിച്ച് നടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അങ്ങേർക്ക് എന്തോ ഒരു അടുപ്പുണ്ട് മേരിയോട്. സോ അവൻ നോ പറയുന്നില്ല. പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നല്ല പക്ക സ്മൂത്തായിട്ട് ആ പിള്ളേരെ അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നു. പുള്ളിക്കാരൻ ചിരിക്കില്ലെങ്കിലും ആ പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളാണ് പുള്ളിക്കാരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മേരിയും ടോമിയും തിരിച്ചെത്തി. അവർ നോക്കുമ്പോണ്ട് പിള്ളേരുടെ കൂടെ ഓട്ടോയും ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് മേൽക്കം അവൻ്റെ സൈക്കിളുമായിട്ട് പോകുന്നത്. പക്ഷെ സൈക്കിളിൻ്റെ ചെയിനാണെങ്കിൽ എന്തൊക്കെയോ തകരാറ്. ഇത് കണ്ടേക്ക് ഓട്ടോ അതങ്ങ് സെറ്റാക്കി കൊടുക്കുന്നു. തൻ്റെ വൈഫിന് മേൽക്കം അത്രയും പ്രിയപ്പെട്ടൊരു സ്റ്റുഡൻ്റാണ്. അതേപോലെ തന്നെയാണ് ഓട്ടോക്കും. ഈ സമയത്താണ് ഓട്ടോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. നീ സൈക്കിളിനെ നന്നായി ട്രീറ്റ് ചെയ്താൽ അത് നിന്നെ നന്നായി ട്രീറ്റ് ചെയ്യും, മനസ്സിലായോ? അങ്ങനെ മേൽക്കം പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ഷെറി എന്ന പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഓട്ടോനെയാണ് തിരക്കുന്നത്. ഓട്ടോ, ഞാൻ ഷെറി, ഞാനൊരു സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് രക്ഷിച്ചില്ലേ? ആ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ 1 മില്യൺ വ്യൂസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കണ്ട ആരോ വീഡിയോ എടുത്തിട്ടതാണ്. അതിൽ വന്നൊരു കമൻറ്റ് വഴിയാണ് നിങ്ങൾ ഓട്ടോ ആൻഡേഴ്സനാന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇങ്ങേർക്ക് എന്ത് 1 മില്യൺ, എന്തോന്ന് സോഷ്യൽ മീഡിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് മേരി വരുന്നത്. അവളെങ്ങാനും ഇതറിഞ്ഞാൽ തീർന്ന്. പിന്നെ ഇങ്ങനെ ഒന്നും നോക്കിയില്ല. ഷെറിയെ ഗ്യാരേജിൽ അങ്ങ് അടച്ചിടുന്നു. ഷെറിയാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നോ അതർ ഓപ്ഷൻ, തുറന്നു വിടുന്നു. അങ്ങനെ ഈ സമയത്താണ് മേരി ഒരു കാര്യം ചോദിക്കുന്നത്. ഓട്ടോ, നീ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി കുറേ സഹായം ചെയ്തു. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? സോ ഞാൻ നിൻ്റെ വീട് മൊത്തം വൃത്തിയാക്കാം. അതേപോലെ സോണിയുടെ ഡ്രസ്സ്, കോട്ട്, ഷൂ അങ്ങനെയുള്ള പഴയ സാധനങ്ങളെല്ലാം കളയാം. എന്നാൽ മാത്രമേ നീ ഒന്ന് മൂവ് ഓൺ ആവത്തുള്ളൂ. എനിക്കിപ്പോൾ മൂവ് ഓൺ ആവണ്ട. എൻ്റെ പൊന്നോട്ടോ, നീ ജീവിക്കുന്നില്ല. വെറുതെ കുറേ മൊരയുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ നീ ഒന്ന് മൂവ് ഓൺ ആവും. ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വക കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ? സോണിയക്ക് മുമ്പായാലും ശേഷമായാലും എനിക്കൊന്നുമില്ല. സോണിയക്ക് ശേഷം തൻ്റെ ലൈഫിലോട്ട് ഞാൻ വന്നില്ലേ, എൻ്റെ ഫാമിലി വന്നില്ലേ, മേൽക്കം വന്നില്ലേ, എന്തിന് ആ പൂച്ച വന്നില്ലേ? ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. ആ ഒരു കറക്റ്റ് സമയത്താണ് റിയൽ എസ്റ്റേറ്റുകാർ അങ്ങോട്ട് വരുന്നത്. ഓട്ടോയാണെങ്കിൽ അവൻ്റെ ദേഷ്യം മൊത്തം തീർക്കുന്നത് അവരുടെ മേലാണ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റുകാർ പറയാണ്, എടോ, തന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഭാര്യ മരിച്ചതിന് ബാക്കിയുള്ളവരുടെ മേൽ കുറ്റം ചാർത്തുന്ന ആളല്ലേ താൻ. പിന്നെ തൻ്റെ ഹാർട്ട് കണ്ടീഷനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. താൻ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. എല്ലാം കൂടെ കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ കൺട്രോൾ പോകുന്നു. ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങുന്നു. അങ്ങേര് എവിടെയൊക്കെയോ ലോസ്റ്റ് ആവുന്നു. പിന്നെ അങ്ങേര് ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ പോകുന്നു, ലോക്ക് ചെയ്യുന്നു. മേരിയാണെങ്കിൽ ഓട്ടോ എന്ന് വിളിച്ച് പുറത്ത് തന്നെയുണ്ട്. അതും താൻ പ്രഗ്നന്റ് ആയിട്ട് കൂടെ ഓട്ടോയ്ക്ക് വേണ്ടി ആ കൊടും തണുപ്പിൽ കുറെ നേരം കാത്തിരിക്കുന്നു. പക്ഷെ അങ്ങേര് വന്നില്ല. അയാൾക്ക് ഒട്ടും പറ്റുന്നില്ല. സോണിയുടെ കോട്ടിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് അയാള്. അത് മാത്രമല്ല, തന്റെ പ്രഗ്നന്റ് ആയ വൈഫിനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വാങ്ങിച്ച തൊട്ടിലെക്കുറത്ത് കരഞ്ഞോണ്ടിരിക്കുകയാണ് അയാള്.
അങ്ങനെ ആ പോയിന്റ് വെച്ച് അയാൾ മാറ്റിവെച്ചൊരു തീരുമാനം പിന്നെയും വീണ്ടെടുക്കുന്നു, സൂയിസൈഡ്. അങ്ങനെ അതിനായിട്ട് തൻ്റെ ഗണ്ണൊക്കെ റെഡിയാക്കുന്നുണ്ട് അവൻ. അങ്ങനെ ചാവാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ സോണിയെ ഓർക്കാൻ ആരംഭിക്കുന്നത്. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നയാഗര വാട്ടർഫോൾസ് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് മടങ്ങി വരുമ്പോഴാണ് അവരുടെ ബസ് അങ്ങ് മറിയുന്നത്. ആ ഒരു ആക്സിഡൻറ്റിൽ അവൾക്ക് നടക്കാൻ പറ്റാണ്ടായി. അവൾ പാരലൈസ്ഡായി. കുറേ കാലം ഹോസ്പിറ്റലിൽ കിടന്നു. അതുമാത്രമല്ല, അവരുടെ കുഞ്ഞ് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് പൊട്ടിക്കാനിരിക്കുമ്പോഴാണ് അവൻ്റെ മുമ്പിലോട്ട് സോണിയ വരുന്നത്, ഒരു നിഴല് പോലെ. ഓട്ടോ, നീ ദേഷ്യത്തിലാണെന്നും സങ്കടത്തിലാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതൊക്കെ കേട്ടേക്ക് അവൻ പോലും അറിയാണ്ട് ആ ഗണ്ണ് മെല്ലെ മെല്ലെ മാറ്റുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയത്താണ് ആരോ വന്നിട്ട് വാതിലോട്ടുന്നത്. അതിൻ്റെ ആഘാതത്തിൽ ആ ഗണ്ണും പൊട്ടുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഈ വാതിലോട്ടുന്ന വേറെ ആരുമല്ല, മാൾക്കമാണ്. ഓട്ടോയാണെങ്കിൽ ഗണ്ണും കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അത് കണ്ടിട്ട് മാൾക്കമാണെങ്കിൽ പേടിച്ചില്ലാണ്ടാവുന്നു. അങ്ങനെ ഗണ്ണൊക്കെ മാറ്റി വെച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. ഓട്ടോ, ഞാനൊരു ട്രാൻസ് ആയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ എന്നെ പുറത്താക്കി. പോവാൻ വേറെ സ്ഥലവുമില്ല. ഇത് കേട്ടേക്ക് ഓട്ടോ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, നിന്റെ അച്ഛനെ ഒരൊന്നാന്തരം ഇഡിയറ്റാണ്. അത് കേട്ടേക്ക് മാൽക്കം അങ്ങ് ചിരിക്കുന്നു. അതുമാത്രമല്ല, ഓട്ടോയുടെ വീട്ടിലെ ഒരു സോഫ മാൽക്കമിനായിട്ട് കൊടുക്കുന്നു. സോ മാൽക്കം ഇനി ഇവിടെ കഴിയും. അങ്ങനെ അന്ന് രാത്രി ഓട്ടോ വല്ലാതെ ചിന്തിക്കാൻ തുടങ്ങുന്നു. താൻ ചെയ്തു കൂട്ടുന്നതൊക്കെ ശരിയാണോ അതോ മേരി പറയുന്നതാണോ കറക്റ്റ്? ഒന്നും അങ്ങേർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പിറ്റേ ദിവസമായി. അന്ന് രാവിലെ മുതൽ പുള്ളിക്കാരൻ്റെ ലൈഫിലോട്ട് പല മാറ്റങ്ങളും വരുന്നു. രാവിലെ തന്നെ മാൽക്കമിൻ്റെ വക കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, പൂച്ചക്കുള്ള ഫുഡ് എന്ന് വേണ്ട ഒരു പക്ക ഗുഡ് മോർണിംഗ്. ഇതൊന്നും പോരാണ്ട് ഓട്ടോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് വേസ്റ്റ് അതാത് സ്ഥാനത്തിടുക, പാർക്കിംഗ് ഒക്കെ കറക്റ്റാണോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാൽക്കമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒക്കെ പോട്ടെ, നമ്മുടെ റോബോട്ട് ജെയിംസ് ഉണ്ടല്ലോ, പുള്ളിക്കാരനിപ്പോൾ ജോഗി ചെയ്യുന്നത് ഓട്ടോടൊപ്പമാണ്. അത്രയും അധികം മാറ്റങ്ങളാണ് പുള്ളിക്കാരന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് മേരിയുമായിട്ടുള്ള തർക്കം കാരണം മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. ഓട്ടോ, ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഉച്ചയ്ക്കൻ അനീറ്റനെയും റൂബനെയും ഇവിടുന്ന് താമസം മാറ്റും. അതും പോരാണ്ട് റൂബനെ ഒരു കെയർ ഫെസിലിറ്റിയിലോട്ട് മാറ്റും. ഇതെല്ലാം ചെയ്യുന്നത് മറ്റേ റിയൽ എസ്റ്റേറ്റുകാരാണ്, അതും അവരുടെ മകൻ ക്രിസ് വഴി. വീട് കൊടുക്കുന്നൊക്കെ ഓക്കെ, എന്തിനാണ് റൂബനെ കെയർ ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നത്? അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ അനീറ്റയ്ക്ക് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗമുണ്ട്. സോ അവളെ കൊണ്ട് റൂബനെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് കേട്ടേക്ക് ഓട്ടോ അങ്ങ് ഞെട്ടുന്നുണ്ട്. കാരണം അനീറ്റയ്ക്ക് രോഗം ബാധിച്ചിട്ട് വർഷങ്ങളായി, സോണിയുള്ള കാലത്തുള്ളതാണ്. പക്ഷെ എന്നിട്ട് പോലും അത്രയും ഫ്രണ്ടായിട്ട് പോലും രോഗത്തെക്കുറിച്ച് ഒരു കാര്യം പോലും റൂബിനും അനീറ്റയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതിന് കാരണമായിട്ട് ജെയിംസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഓട്ടോ, നിങ്ങൾ ആ സമയത്ത് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. അവരുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് അവരിതുവരെ പറയാണ്ടിരുന്നത്. ഇത് കേട്ടേക്ക് ഓട്ടോ നേരെ അനീറ്റയെ കാണാൻ പോകുന്നു. എന്നിട്ട് റിയൽ എസ്റ്റേറ്റിൽ അയച്ചു കൊടുത്ത നോട്ടീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറയുന്നു. അതുമാത്രമല്ല, അവൻ റൂബനോട് ഒരു സോറി പറയുന്നു. റൂബൻ, എനിക്ക് എൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നം കാരണം ബാക്കിയുള്ളവരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആൾക്കാർ സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ എന്ന് ഞാൻ ശക്തമായി വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല എന്ന്. ഐ എം സോറി. അങ്ങനെ എല്ലാ നോട്ടീസും കൊണ്ട് ഓട്ടോ നേരെ പോകുന്നത് മേരിയെ കാണാനാണ്. മേരി, എനിക്ക് നിൻ്റെ ഫോണിൻ്റെ ആവശ്യമുണ്ട്. അല്ലോട്ടോ, എന്തിനാണ് ഫോണ്? എന്തിനാണ് സ്വന്തം ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നത്? അതേപോലെ എന്തിനാണ് ഇന്നലെ താൻ എന്നെ ഒറ്റക്കാക്കിയത്? ഇന്നലെ ഞാൻ എത്ര നേരം ഒറ്റയ്ക്ക് ഇരുന്നെന്നറിയോ? എന്നിട്ട് താനോ സ്വന്തം കാര്യം നോക്കിയിട്ട് അങ്ങ് പോയി. തനിക്ക് എന്തേലും പറ്റിക്കാണോയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത്. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ ലോകം മൊത്തം ഇഡിയറ്റ്സാണ്, അതുകൊണ്ട് ലൈഫ് ഭയങ്കര കട്ടിയാണ്, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നൊക്കെ. എന്നാൽ കേട്ടോ, ഈ ലോകത്തൊരു മനുഷ്യൻക്കും എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരാളുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ഹാപ്പിയാക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇഡിയറ്റ്സ് ആയിക്കോട്ടെ, ദൈവത്തിനോട് നന്ദി പറ. ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേരി. അങ്ങനെ ഓട്ടോ റൂബനെക്കുറിച്ചും അനീറ്റയെക്കുറിച്ചും അന്നത്തെ ആക്സിഡൻറ്റിനെ കുറിച്ചും അങ്ങനെ എല്ലാം പറയുന്നു. അന്നത്തെ അപകടത്തിന് ശേഷം തൻ്റെ കുഞ്ഞിനെ നഷ്ടമായി അവർ തിരിച്ചു വന്നു. അത് 3 മാസങ്ങൾക്ക് ശേഷം. എന്നാൽ അവരുടെ ചുറ്റും മാറിയിരുന്നു. സോണി പാരലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് വീൽ ചെയറിൻ്റെ ആവശ്യമുണ്ട് എങ്ങോട്ട് പോകാനും. പക്ഷേ ആ സ്ഥലത്തിൻ്റെ പുതിയ പ്ലാൻ അനുസരിച്ച് വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു സ്ഥലമായിരുന്നില്ല അത്. ഞാൻ അതും പറഞ്ഞ് അസോസിയേഷനിൽ കുറേ തർക്കിച്ചു. പക്ഷേ എന്നെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കാന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് സോണിയ എന്നെ പിടിച്ചെടുത്തുന്നത്. എന്നിട്ട് ജീവിക്കാൻ പറഞ്ഞു. ഞാൻ ജീവിച്ചു സോണിയയ്ക്ക് വേണ്ടി. പക്ഷെ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ അവളെയും കൊണ്ടുപോയി. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ? സോ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫോൺ ഡിസ്കണക്ട് ചെയ്തത്. പക്ഷെ ഇപ്പം മനസ്സിലായി എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന്. അത് മാത്രമല്ല, സോണിയ എന്നോടിപ്പോൾ ജീവിക്കാനാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് മേരിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഫോൺ എടുക്കുന്നു. മറ്റേ സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ ഷെറി, അവൾക്ക് വിളിക്കുന്നു. അങ്ങനെ റിയൽ എസ്റ്റേറ്റുകാരെത്തി. ഇവിടെ അനീറ്റയാണെങ്കിൽ ഓട്ടോ പറഞ്ഞതനുസരിച്ച് എതിർത്ത് നിൽക്കുന്നു. റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ നിങ്ങളെ നോക്കാൻ ആരുണ്ടെന്നും പറഞ്ഞ് വൻ സീനാക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഞാൻ ഏറ്റെടുത്തോളാമെന്നും പറഞ്ഞ് റോബോട്ട് ജെയിംസ് അങ്ങോട്ട് വരുന്നു. താൻ റോബോട്ട് പോലെയാണ് നടക്കുക എന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അത് നല്ല ഒന്നാന്തരം മനുഷ്യൻ്റെയാണ്.
അത് മാത്രമല്ല ഇവരെല്ലാവരും ചേർന്ന് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റിന്റെ വക വാർത്ത. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ആൾക്കാരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ഫയൽസ് റിയൽ എസ്റ്റേറ്റുകാർക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെയാണ് ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവർ വേഗം തന്നെ സ്ഥലം വിടുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. ആ ഒരു സമയത്ത് റൂബന്റെ ഒരു ചിരിയുണ്ട്, നല്ല പക്ക സാറ്റിസ്ഫാക്ഷൻ മൂഡ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പൂച്ചേനെയും കൊണ്ട് ഓട്ടോ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നം മൂലം കുഴഞ്ഞു വീഴുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല. ഇവിടെ മേരിയാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് ഇല്ലാണ്ടാവുന്നു. എടോ, കാലിന് പോലും തന്നെ വേണ്ട. മരിക്കാൻ നോക്കി ചാൻസ് കിട്ടിയിട്ടും താൻ മരിക്കുന്നില്ലല്ലോടോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ച് അവസാനം അവൾ അങ്ങ് പ്രസവിച്ചു. നല്ലൊരു ഒന്നാന്തരം ആൺകുട്ടി. മാർക്കോ വയലൻസ് മാർക്കോ അല്ല, ഒരു ഫീൽ ഗുഡ് മാർക്കോ. അങ്ങനെ ഓട്ടോ തൻ്റെ മകൻക്ക് വേണ്ടി മാറ്റിവെച്ച തൊട്ടിൽ മാർക്കോക്ക് കൈമാറുന്നു. അവരൊരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ സോണിയുടെ കല്ലറയിലോട്ട് പോകുന്നു. ആ പിള്ളേർക്ക് ഇവനൊരു അങ്കിളായിട്ട് മാറുന്നു. അവൻ ജീവിക്കാൻ തുടങ്ങുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ ഹാർട്ട് കണ്ടീഷൻ അങ്ങേരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സോ എന്ന് വേണേലും മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേരിക്ക് വായിക്കാനായിട്ട് ഒരു കത്ത് തയ്യാറാക്കുന്നു. അങ്ങനെ ഓട്ടോ അവൻ്റെ കാറ് മാൽക്കമിന് കൈമാറുന്നു. അത് മാത്രമല്ല, പുള്ളിക്കാരൻ പുതിയൊരു ട്രക്ക് അങ്ങെടുത്തു. ആ സമയത്ത് ഓട്ടോ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതാണ് ലൈഫ്. അങ്ങനെ ഒരു സമ്മറും കഴിഞ്ഞടുത്ത വിൻ്റർ എത്തി. അവരുടെ ഫാമിലി ഫോട്ടോയിൽ നിറച്ച ഓട്ടോയാണ്. അങ്ങനെ ഒരു ദിവസം ഓട്ടോ എന്നേക്കുമായിട്ട് അവസാനിച്ചു. അതൊക്കെ കണ്ട് കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് മേരിയും ബാക്കിയുള്ളവരും. അപ്പോഴാണ് ആ കത്ത് കിട്ടുന്നത്. മേരി പേടിക്കണ്ട, സൂയിസൈഡൊന്നുമില്ല. ഡോക്ടർമാർ ഓൾറെഡി പറഞ്ഞിരുന്നു എൻ്റെ മരണം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന്. സോ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കണം. പിന്നെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഫ്യൂണറൽ. പിന്നെ എൻ്റെ അക്കൗണ്ട്സിലോട്ട് നിനക്ക് ആക്സസ് ഉണ്ടാവും. അതിൽ അത്യാവശ്യം പൈസയുണ്ട്. നിനക്കത് മക്കളുടെ പഠിപ്പിനായിട്ട് യൂസ് ചെയ്യാം. ബാക്കി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ എൻ്റെ ട്രക്ക്, അത് നീ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഓടിപ്പിക്കുകയേ ചെയ്യരുത്. അത് ഞാൻ വിശ്വസിച്ച് നിൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. ബിക്കോസ് യു ആർ നോട്ട് എൻ ഇഡിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓട്ടോ ആൻഡേഴ്സൺ. സോ ബാക്കിയുള്ളവരുടെ മുകളിൽ പഴി ചാരാണ്ട് നിങ്ങൾക്കും ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഹാപ്പിയാവ്, മറ്റുള്ളവരെ ഹാപ്പിയാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിർത്തുന്നു. അപ്പൊക്കെ ബൈ.